ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ക്ലെഫ്റ്റ് ആണ്. സോ അപ്പോൾ അതിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം ക്ലെഫ്റ്റ്. ക്ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താന്ന് നോക്കാം. ക്ലെഫ്റ്റ് ഈസ് എ സ്പ്ലിറ്റേഴ്സ് ഓർ ഡിവിഷൻ ഓഫ് വേർഡ്സ്. അതായത് വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യോ അല്ലെങ്കിൽ കുറെ വേർഡ്സ് ഡിവിഷൻ ആയിട്ട് വെക്കുക. അതാണ് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. മൈ സിസ്റ്റേഴ്സ് വെന്റ് ടു ദ മാർക്കറ്റ് ടു ബൈ സം മീറ്റ്. എന്റെ സഹോദരി മാർക്കറ്റിൽ പോയിരുന്നു മീൻ മേടിക്കാനായിട്ട്. ഓക്കെ, അപ്പോ നമ്മള് അത് ഒറ്റ വേർഡായിട്ടാണ് വരുന്നത്. ഇറ്റ് വാസ് മൈ സിസ്റ്റർ ഹി വെന്റ് ടു ദ മാർക്കറ്റ് ഇൻ സൺഡേ ബൈ സം മീറ്റ്. ഇവരാണെങ്കിൽ വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് വാസ് മൈ സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള സെന്റൻസ് വരുന്നുണ്ട്. ഹു വെന്റ് ടു ദി മാർക്കറ്റ് ആൻഡ് സൺഡേ ടു ബൈ മീറ്റ്. അങ്ങനെ രണ്ടുപേരും സ്പ്ലിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇറ്റ് വാസ് ഓൺ സൺഡേ വെൻ മൈ സിസ്റ്റർ വെന്റ് ടു ദ മാർക്കറ്റ് ടു ബൈ സം മീറ്റ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇറ്റ് വാസ് സൺഡേ, സൺഡേ വരുന്നുണ്ട്. വെൻ മൈ സിസ്റ്റർ വെന്റ് ടു ദി മാർക്കറ്റ് ടു ബൈ മീറ്റ്. അപ്പൊ ഇവിടെ വേർഡ്സിന് ഡിവിഷൻ ഓഫ് വേർഡ്സ് ആക്കി. ഇത്രയാണ് നമ്മൾ ഒരു സെന്റൻസിനെ നമ്മൾ പല രീതിയിലാണ് ഉപയോഗിച്ച് നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, പല രീതിയിലും പറയാം. നമുക്ക് ഈ 3 രീതിയിലും നമുക്ക് പറയാം. പിന്നെ ഇറ്റ് വാസ് ദി മാർക്കറ്റ് വെയർ മൈ സിസ്റ്റർ വെൻ ടു ബൈ സം മീറ്റ് ഓൺ സൺഡേ. ഇതിപ്പോ 4മത്തെയാണ്. ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇറ്റ് വാസ് മീറ്റ് ദാറ്റ് മൈ സിസ്റ്റർ ബ്രോട്ട് ഫ്രം ദി മാർക്കറ്റ് ഓൺ സൺഡേ. ഇത് 5മത്തെ. അപ്പൊ ഇത്ര 5മത്തെ രീതിയിലാണ് ഇത് ഇത്രയും വരുന്നത്. ഓക്കെ, മൈ സിസ്റ്റർ വാസ് ദി വൺ ഹു വെൻ ടു ദ മൈ സിസ്റ്റർ വാസ് ഹു വൺ വെൻ ടു ദ മാർക്കറ്റ് ഓൺ സൺഡേ ടു ബൈ സം മീറ്റ്. ഇവിടെ എന്റെ സഹോദരിയാണ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു സൺഡേ മീൻ മേടിക്കാനായി മീറ്റ് മേടിക്കാനായിട്ട് പോയി. അപ്പൊ ഇത് പല രീതിയിലുമാണ് വരുന്നത്. ഞാൻ നമ്മള് ഒരു സെന്റൻസിനെ പല രീതിയിലും നമ്മൾ ഡിവിഷൻ ഓഫ് വേർഡ്സിനെ നമ്മൾ പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് മൈ ബ്രദർ വർക്ക്സ് ഇൻ റെസ്റ്റോറൻറ്റ്. എന്റെ സഹോദരൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നു. അപ്പൊ അത് എങ്ങനെയൊക്കെ വരും നോക്കാം. ഇറ്റ് ഈസ് മൈ ബ്രദർ ഹു വർക്ക്സ് ഇൻ എ റെസ്റ്റോറൻറ്റ്. എന്റെ സഹോദരൻ ആരാണോ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റെസ്റ്റോറൻറ്റ് വേർ മൈ ബ്രദർ വർക്ക്. അത് റെസ്റ്റോറൻറ്റ് ആണ് എന്റെ സഹോദരൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തത് മൈ സൺ ഗേവ് ദ ബുക്ക് ടു ഹിസ് ഫ്രണ്ട് യെസ്റ്റർഡേ. എന്റെ മോൻ അവന്റെ ബുക്ക് ഒരു ഫ്രണ്ടിന് കൊടുത്തു ഇന്നലെ. ഇറ്റ് വാസ് മൈ സൺ ഹു ഗേവ് ബുക്സ് ടു ഹിസ് ഫ്രണ്ട്സ് യെസ്റ്റർഡേ. അവൻ എന്റെ സണ്ണായിരുന്നു. അവൻ ബുക്ക് ഇന്നലെ ഫ്രണ്ട്സിന് കൊടുത്തു ഇന്നലെ. ഇറ്റ് വാസ് ദ ബുക്ക് ദാറ്റ് മൈ സൺ ഗേവ് ടു ഹിസ് ഫ്രണ്ട്സ് യെസ്റ്റർഡേ. അത് എന്റെ ബുക്കായിരുന്നു. എന്റെ സണ്ണ് അവന്റെ ഫ്രണ്ട്സിന് കൊടുത്തു ഇന്നലെ. ഇറ്റ് വാസ് യെസ്റ്റർഡേ വെൻ മൈ സൺ ഗേവ് ദിസ് ബുക്ക് ടു ഹിസ് ഫ്രണ്ട്. അത് ഇന്നലെയായിരുന്നു എന്റെ സണ്ണ് ബുക്ക് എടുത്ത് ഫ്രണ്ട്സിന് കൊടുത്തത്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗേവ് മീ എ വാച്ച്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു വാച്ച് തന്നു. ഓക്കെ, ഇറ്റ് വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹു ഗേവ് മീ ദി വാച്ച്. അതിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ആരാ എനിക്ക് വാച്ച് തന്നത്. ഇറ്റ് വാസ് എ വാച്ച് ദാറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗേവ് മീ. ഇതൊരു വാച്ചായിരുന്നു എന്റെ അടുത്ത സുഹൃത്ത് എനിക്ക് തന്നതാണ്. അപ്പൊ നമ്മൾ ഇത് ഇത്രയാണ് ഒരു വേർഡിന് ഒരു സെന്റൻസിന് പല രീതിയിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ ക്ലെഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ അപ്പൊ എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത ഒരു ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.